ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അമിതാഹാരത്തിന് അടിമകൾ. അനേകർ അമിത ഭക്ഷണം മുഖാന്തരമായിട്ട് ശരീരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. ശാരീരിക രോഗങ്ങൾ അത് മുഖാന്തരം വർദ്ധിക്കുകയാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ പൊതുവിൽ ഭക്ഷണത്തിന് വലിയ ക്ഷാമമില്ലാത്തൊരു സമയമാണല്ലോ. ക്ഷാമം അനുഭവിക്കുന്ന രാജ്യങ്ങളുണ്ട്. സൊമാലിയ പോലെയുള്ള രാജ്യങ്ങൾ, ആഫ്രിക്കയിലെ പല രാജ്യങ്ങൾ, മറ്റു പല സ്ഥലങ്ങളിലും ഭക്ഷണത്തിൻ്റെ സുലഭത ഇല്ലാത്ത സാഹചര്യങ്ങളുണ്ട്. എന്നാൽ പൊതുവിൽ നമ്മുടെ എല്ലാം നടുവിൽ ഭക്ഷണം സുലഭമായി ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിയന്ത്രണമില്ല എങ്കിൽ, അതിൻ്റെ മേലൊരു നിയന്ത്രണമില്ല എങ്കിൽ അമിത ഭക്ഷണത്തിന് അടിമകളായി പോകുവാനുള്ള സാധ്യതയുണ്ട്. ഒരു നല്ല കൂട്ടം ആളുകൾ ഈ പ്രത്യേക സമയത്ത് അമിത ഭക്ഷണത്തിന് അടിമകളായിത്തീരുന്നു. ആ അടിമത്വം മുഖാന്തരമായിട്ട് അവരുടെ ശരീരത്തിലെ കൊഴുപ്പ് വർദ്ധിക്കുന്നു, ശരീരാരോഗ്യത്തിന് കേട് സംഭവിക്കുന്നു, അവയവങ്ങൾക്ക് കേട് സംഭവിക്കുന്നു. ഇതെല്ലാം സംഭവിച്ചിട്ടും ഭക്ഷണത്തോടുള്ള അവരുടെ ആർത്തിക്ക് യാതൊരു കുറവുമില്ല. സദൃശവാക്യങ്ങൾ 23:20-21 വാക്യങ്ങൾ: നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജനപ്രിയരുടെ ഇടയിലും ഇരിക്കരുത്. കുടിയനും അതിഭക്ഷകനും ദരിദ്രന്മാരായി തീരും. അന്നത്തെ കാലഘട്ടത്തിൽ കുടിയന്മാരും അമിതമായി ഭക്ഷണം കഴിക്കുന്നവരും അവരെ എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഇന്ന് അത് ഇങ്ങനെ പറയേണ്ടിയിരിക്കുന്നു: കുടിയനും അതിഭക്ഷകനും രോഗിയായിത്തീരും, അകാലത്തിൽ മരിച്ചു പോകും. അത് സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ സെൽഫ് കൺട്രോൾ എന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുക. ഇന്ദ്രിയ ജയം, സ്വയനിയന്ത്രണം എന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുക. ഫിലിപ്പിയ ലേഖനത്തിൽ പോകുമ്പോൾ അതിൻ്റെ 3-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ അവരുടെ ദൈവം വയർ, പൗലോസ് പറയുകയാണ്, അവരുടെ അവസാന നാശം. 18 ചേർത്ത് വായിക്കുകയാണെങ്കിൽ: ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അപ്പോൾ അവരെക്കുറിച്ച് പറയുകയാണ്, അവരുടെ അവസാന നാശം, അവരുടെ ദൈവം വയർ. അമിത ഭക്ഷണത്തിന് അടിമകളായിത്തീരുന്നവരുടെ ദൈവം ആരായി മാറുകയാണ്? വയറ് ദൈവമായി മാറുകയാണ്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഭക്ഷണത്തിന് അവർ 1-ാം സ്ഥാനം കൊടുക്കുന്നു. അവരുടെ ജീവിതത്തിലെ പ്രഥമ സ്ഥാനം ഭക്ഷണത്തിന് കൊടുക്കുന്നതിനാൽ അവരുടെ ദൈവം വയറായിത്തീരുകയാണ്. മാത്രമല്ല, ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും: ഈ അമിത ഭക്ഷണത്തിന് അടിമകളായിത്തീരുന്നവർ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശത്രുക്കളായിത്തീരുകയാണ്. ഭക്ഷണത്തിന് അടിമകളായിത്തീരുമ്പോൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ഈ ശരീരത്തെ, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന ഈ ശരീരത്തെ നശിപ്പിക്കുകയല്ലേ. അമിതമായ ഭക്ഷണം ഈ ശരീരത്തിൽ ചെല്ലുകയാണെങ്കിൽ അത് മുഖാന്തരമായിട്ട് ശരീരത്തിന് കേട് സംഭവിക്കും. ശരീരത്തിന് കേട് സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഈ ശരീരത്തെ നശിപ്പിക്കുകയാണ്. ദൈവം ഈ ഭൂമിയിൽ നമുക്ക് ഉപയോഗിക്കുവാൻ തന്നിരിക്കുന്ന ഈ ശരീരത്തെ നമ്മൾ കേടുവരുത്തുകയാണ്. അങ്ങനെയുള്ളവർ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശത്രുക്കളായി മാറുന്നു. അവരുടെ ദൈവം വയറ്. സങ്കീർത്തനങ്ങൾ 78-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 18-ാമത്തെ വാക്യം: തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. ചിന്തകളിലെ ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ തന്നെ കൊതി വരികയാണ്.
ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ഭക്ഷണത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ചിന്തയിൽ വരുന്നു. അങ്ങനെ ഇസ്രായേൽ മക്കളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ചിന്തിച്ച് കൊതി വർദ്ധിച്ചതിന് ശേഷം, ആ ഭക്ഷണത്തിന് വേണ്ടിയുള്ള കൊതി വർദ്ധിച്ചതിന് ശേഷം അവർ ചോദിച്ചു, ദൈവത്തോട് ചോദിച്ചു. അങ്ങനെ അവർ ദൈവത്തെ പരീക്ഷിച്ചു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് കർത്താവ് വളരെ ആരോഗ്യപരമാകുന്ന ഒരു ഭക്ഷണ സംവിധാനം ക്രമപ്പെടുത്തിയിരുന്നു. സ്വർഗത്തിൽ നിന്നും മന്ന കൊഴിച്ചിട്ടിരുന്നു. എന്നാൽ കുറേ സമയം കഴിഞ്ഞപ്പോൾ അവർ മന്നയെ നിസ്സാരമായി കണ്ടു. അവർക്ക് കൊതി വർദ്ധിച്ചു, മാംസാഹാരം കഴിക്കുവാനുള്ള കൊതി വർദ്ധിച്ചു. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. താങ്കളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. നമ്മുടെ തലച്ചോറിനകത്ത് ആപ്പിസ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത് ആപ്പിറ്റൈറ്റ് കൺട്രോൾ സെൻ്ററാണ്. നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സെൻറ്റർ. ഹൈപ്പോതലാമസ് ഗ്ലാൻഡിൻ്റെ അതിൻ്റെ ഭാഗമാകുന്ന ഹൈപ്പോതലാമസ് ഗ്ലാൻഡിൽ ആയിരിക്കുന്ന ഒരു സംവിധാനമാണ് ആപ്പിസ്റ്റാറ്റ്. ഈ ആപ്പിസ്റ്റാറ്റ് ഈ വിശപ്പിനെ നിയന്ത്രിക്കുന്നു. വിശപ്പ്, നമുക്ക് ശരീരത്തിൽ ഭക്ഷണം ആവശ്യമുള്ളപ്പോൾ വിശപ്പ് കൊണ്ടുവരികയും നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം ലഭിച്ചു കഴിയുമ്പോൾ നിറഞ്ഞു എന്നുള്ള അനുഭൂതി കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഹൈപ്പോതലാമസ് ഗ്ലാൻഡിനകത്തുള്ള ഒരു സംവിധാനമാണ്. എന്നാൽ അമിത ഭക്ഷണത്തിലേക്ക് പോകുമ്പോൾ ഈ സംവിധാനത്തിന് തന്നെ മാറ്റം സംഭവിക്കും. അതിൻ്റെ ആ അപ്പർ ലിമിറ്റ്, എത്ര ആഹാരം കഴിച്ചാൽ നിറവുണ്ടാകുമെന്നുള്ള അപ്പർ ലിമിറ്റിന് മാറ്റം സംഭവിക്കും. ആ സംവിധാനത്തിന് തന്നെ കേട് സംഭവിക്കുകയാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം തന്നെ വളരെ വൈകാതെ വിശപ്പ് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഈ തലച്ചോറിലുള്ള സംവിധാനത്തിൽ തന്നെ കേട് സംഭവിക്കുന്നു. വിശപ്പ്, ദാഹം, ഇതെല്ലാം ഈ ശരീരത്തിൻ്റെ ആരോഗ്യവുമായുള്ള ബന്ധത്തിൽ ദൈവം തന്നെ ഈ ശരീരത്തിൽ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊരു ക്രമമുണ്ട്. ആ ക്രമം അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ ക്രമം നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കെല്ലാം വല്ലാത്ത കൊതിയാകും. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം വാരി വലിച്ച് ഭക്ഷിക്കുവാൻ തുടങ്ങും. മുഴുവൻ സംവിധാനത്തിനും, തല മുതൽ പാദം വരെ മുഴുവൻ സംവിധാനത്തിനും കേടുവരുത്തുന്ന പല കാര്യങ്ങളും സംഭവിക്കും. ശ്രദ്ധിച്ചു നോക്കുക. പഞ്ചസാര അധികമുള്ള കാര്യങ്ങൾ ഭക്ഷിക്കുവാൻ വേണ്ടിയുള്ള കൊതി ആവർത്തിച്ചു വരുന്നുണ്ടോ? പഞ്ചസാരയോട്, മധുരത്തോട് ഒരടിമത്വമുണ്ടോ? കൊഴുപ്പുള്ള ആഹാരങ്ങൾ, പ്രത്യേകിച്ചും മാംസാഹാരം, അത് കഴിക്കുവാൻ വേണ്ടിയുള്ള തീവ്രമാകുന്ന ആഗ്രഹമുണ്ടോ? പരിശോധിച്ച് നോക്കുക. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ അനിയന്ത്രിതമായി പോകുന്നു, അതിൻ്റെ മേലുള്ള സ്വയനിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നു എങ്കിൽ കേടുവരുത്തുന്നതാണ്. ഇന്ന് ഈ മാർക്കറ്റിൽ ലഭിക്കുന്ന, നമ്മൾ വിളിക്കുന്ന ജങ്ക് ഫുഡ്സ്, അതുപോലെയുള്ള കാര്യങ്ങൾ ധാരാളമായി കഴിക്കുന്നുണ്ടോ? കേടുവരുത്തുന്ന ആ കാര്യങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം നിയന്ത്രണം കൊണ്ടുവരണം, അതെല്ലാം ഒഴിവാക്കണം. കഫൈൻ ചേർന്ന പാനീയങ്ങൾ ധാരാളമായി കുടിക്കുന്നുണ്ടോ? സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഒരുപാട് സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതിൽ കഫൈൻ ധാരാളമായി ചേർന്നിരിക്കുന്നു, ഷുഗർ ധാരാളമായി ചേർന്നിരിക്കുന്നു. അങ്ങനെയുള്ള പാനീയങ്ങൾ ധാരാളമായി കുടിക്കുവാൻ വേണ്ടി, ആവർത്തിച്ച് കുടിക്കുവാൻ വേണ്ടിയുള്ള ആഗ്രഹമുണ്ടാകുന്നുവോ? പരിശോധിച്ച് നോക്കുക. കേടുവരുത്തുന്ന ആ പാനീയങ്ങൾ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. മാത്രവുമല്ല, ഒരു ഗുണവും ശരീരത്തിന് നൽകിത്തരാത്ത ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുവാൻ വേണ്ടിയുള്ള ഒരു വല്ലാത്ത ആർത്തി വരുന്നുണ്ടോ? ഒരു ക്രേവിങ്, ഡിസയർ വരുന്നുണ്ടോ? ഒരു ഗുണവും തരാത്ത ആഹാരപദാർത്ഥങ്ങളാണ്. അത് കഴിക്കാൻ വേണ്ടിയുള്ള വല്ലാത്ത ആർത്തി വരുന്നുണ്ടെങ്കിൽ ഉറപ്പാകുന്നു അമിതാഹാരത്തിന് നിങ്ങൾ അടിമകളായി തീർന്നിരിക്കുകയാണ്. അതിൽ നിന്ന് പുറത്തു വരണം. അത് ആവശ്യമില്ലാത്ത കേടുകൾ സൃഷ്ടിക്കുന്നതാണ്. ആവർത്തിച്ച് വിശപ്പ് വരുന്നുണ്ടെങ്കിൽ, ഭക്ഷണം കഴിച്ചു അധികം കഴിയുന്നതിന് മുന്നമേ തന്നെ വിശപ്പ് വരുന്നുണ്ടെങ്കിൽ, അത് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ ആ അപ്പിസ്റ്റാറ്റ് എന്ന് പറയുന്ന ഹൈപ്പോതലാമസിലെ ആ സംവിധാനത്തിൻ്റെ, അതിൻ്റെ ക്രമത്തിന്, അതിൻ്റെ ഓർഡറിന് കേട് സംഭവിച്ചിരിക്കുകയാണ്.
അവിടെ എന്തോ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ച് അധികം കഴിയുന്നതിന് മുന്നമേ തന്നെ വീണ്ടും വിശപ്പ് വരുന്നു. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വലിച്ചു വാരി കഴിക്കുന്നു, വേഗത്തിൽ കഴിക്കുന്നു, സമയമെടുക്കാതെ വല്ലാതെ വെപ്രാളപ്പെട്ട് വലിച്ചു വാരി വേഗത്തിൽ കഴിക്കുകയാണെങ്കിൽ അതും ഒരടയാളമാകുന്നു. അമിതാഹാരത്തിന് അടിമയായി തീർന്നിരിക്കുന്നു. വിടുതൽ പ്രാപിക്കണം. ഒരിക്കലും ആ നിലയിൽ അടിമയായി തുടരുകയാണ് എങ്കിൽ അത് വരുത്തി വയ്ക്കുന്ന ഏറ്റവും വലിയ വിനയെന്ന് പറയുന്നത് പ്രീമച്വർ ഡെത്ത്. നിന്റെ സമയത്തിന് മുന്നമേ തന്നെ ഈ ലോകത്തിൽ നിന്ന് ചിലപ്പോൾ നീ മാറ്റപ്പെടുകയും ആവശ്യമില്ലാത്ത രോഗങ്ങളെല്ലാം ശരീരത്തിൽ വന്നതിന് ശേഷമായിട്ട് വിവിധങ്ങളാകുന്ന മരുന്നുകൾ കഴിക്കേണ്ടതായിട്ടും വരും. 13-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഒരു വിശുദ്ധനായിരുന്നു തോമസ് അക്വിനാസ് എന്ന് പറയുന്ന ഒരു ദൈവഭക്തനാകുന്ന ദേവദാസൻ. അദ്ദേഹം 7 ഡെഡ്ലി സിൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, 7 ഗുരുതര പാപങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ പാപങ്ങളുടെ ലിസ്റ്റിൽ അമിതാഹാരവുമുണ്ട്. അമിത ഭക്ഷണത്തിന് വേണ്ടിയുള്ള തീവ്രമാകുന്ന ആഗ്രഹം ആ ലിസ്റ്റിലുണ്ട്. ഒന്നാമത് നിഗളം, പ്രൈഡ്. രണ്ടാമത് ലസ്റ്റ്, കാമാസക്തി. മൂന്നാമത് ക്രോധം, റാത്ത്. നാലാമത് അദ്ദേഹം പറയുന്നത് അസൂയ, കുശുമ്പ്, ഇത് എൻവി, ഇത് ഒരു ഡെഡ്ലി സിന്നാകുന്നു. അഞ്ചാമത് ഉദാസീനത, മടി, സ്ലോത്ത്, അത് ഒരു ഡെഡ്ലി സിന്നാകുന്നു. വീണ്ടും അത്യാഗ്രഹം ഒരു ഡെഡ്ലി സിന്നാകുന്നു. ഏഴാമത് അമിത ഭക്ഷണം ഒരു ഡെഡ്ലി സിന്നാകുന്നു. ഇങ്ങനെ 7 ഗുരുതര പാപങ്ങൾ, ഡെഡ്ലി സിൻസ്. നിഗളം പോലെ തന്നെ ഗുരുതരമാകുന്ന ഒരു പാപമാകുന്നു, ഡെഡ്ലി ആകുന്ന ഒരു സിന്നാകുന്നു അമിത ഭക്ഷണം എന്ന് പറയുന്നത്. അമിത ഭക്ഷണത്തിന് നിങ്ങൾ അടിമയായി തീർന്നിരിക്കുന്നു എങ്കിൽ അതിനെ അതിജീവിക്കുവാൻ വേണ്ടി ദൈവസാന്നിധ്യത്തിൽ വന്നൊരു വിടുതൽ ഏറ്റെടുക്കണം. അതിൻ്റെ പിന്നിലൊരു ദുരാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഒന്നായിരിക്കില്ല, പല ദുരാത്മാക്കൾ അത് മുഖാന്തരം ഉള്ളിൽ പ്രവേശിക്കും, പിന്നീട് രോഗാത്മാക്കളും പ്രവേശിക്കും. അതുകൊണ്ട് അതിന് ഒരു വിടുതൽ ശുശ്രൂഷയ്ക്ക് തന്നെ വിധേയമാകേണ്ടത് ആവശ്യമാണ്. മനുഷ്യൻ്റെ ചരിത്രം നിങ്ങൾ എടുക്കുകയാണ് എങ്കിൽ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ ഏദൻ തോട്ടത്തിലായിരുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ ഫ്രൂട്ടേറിയനായിരുന്നു. 16-ാമത്തെ വാക്യത്തിൽ ഉൽപ്പത്തി 2:16 യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. അങ്ങനെ മനുഷ്യൻ ഫ്രൂട്ടേറിയനായിരുന്നു. അപ്പോൾ തോട്ടത്തിൽ യഥാർത്ഥത്തിൽ ആ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യന് വിശപ്പുണ്ടായിരുന്നില്ല, ദാഹമുണ്ടായിരുന്നില്ല. സ്വർഗതുല്യമാകുന്ന ഒരു അന്തരീക്ഷമായിരുന്നു തോട്ടത്തിലുണ്ടായിരുന്നത്. അതൊരു ഗ്ലോറി സോണായിരുന്നു. ഗ്ലോറി സോണിൻ്റെ ഉള്ളിലായിരുന്നു അവർ ആയിരുന്നത്. ആ ഗ്ലോറി സോണിൻ്റെ ഉള്ളിൽ അവരായിരുന്നതിനാൽ തോട്ടത്തിലായിരുന്ന അവർക്ക് വിശപ്പോ ദാഹമോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം അവർക്ക് ഭക്ഷിക്കാമായിരുന്നു. നന്മതിന്മകളെ തിരിച്ചറിയുന്ന ആ വൃക്ഷത്തിൻ്റെ ഫലം ഒഴികെ ബാക്കി എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം അവർക്ക് ഭക്ഷിക്കുവാൻ കഴിയുമായിരുന്നു. അത് ജോയുമായി ബന്ധപ്പെട്ടാണ്, അവരുടെ സന്തോഷവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഭക്ഷിക്കുവാനുള്ള പൂർണ്ണ അനുവാദമുണ്ടായിരുന്നു. അങ്ങനെ അവർ ഫ്രൂട്ടേറിയൻസ് ആയിരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം. ആ തോട്ടത്തിൽ അവർ മാംസാഹാരം കഴിച്ചിട്ടില്ല, അവർ സസ്യാഹാരം, വെജിറ്റേറിയൻ പോലും കഴിച്ചിട്ടില്ല. അവർ ഫ്രൂട്ടേറിയൻ ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അവർ വെജിറ്റേറിയൻ ആയത് വീഴ്ചയ്ക്ക് ശേഷമാണ്. 3-ാമത്തെ അധ്യായത്തിലാണ് അവർ വെജിറ്റേറിയൻസ് ആയിട്ട് മാറുന്നത്. 3-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അവിടെ കർത്താവരോട് പറയുകയാണത് മനുഷ്യൻ വീണതിന് ശേഷമാകുന്നു. മനുഷ്യനോട് പറയുന്നു, മുള്ളും പറക്കാരിയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും, വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. അങ്ങനെ മനുഷ്യൻ വെജിറ്റേറിയനായിട്ട് തീരുകയാണ്. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. ഫ്രൂട്ടേറിയനായിരുന്ന മനുഷ്യന് ഫ്രൂട്ട്സ് പ്ലസ് ഹെർബ്സ്, വയലിലെ സസ്യവും ആഹാരമാകുന്ന നിലയിൽ അവൻ സസ്യാഹാരം കഴിക്കുന്നവനായി തീർന്നു. ഈ സസ്യാഹാരം കഴിച്ച ആ സമയത്തുള്ള മനുഷ്യരുടെ ആയുസ് ദീർഘായുസായിരുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. 5-ാമത്തെ അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു നീണ്ട ലിസ്റ്റ് അവിടെ കാണുവാൻ കഴിയുന്നു. ആ 5-ാം വാക്യത്തിൽ ആദാമിൻ്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരമായിരുന്നു.
വീണ്ടും 8-ാം വാക്യത്തിൽ സേത്തിൻ്റെ ആയുഷ്കാലം ആകെ 912 സംവത്സരമായിരുന്നു. 11-ാം വാക്യത്തിൽ ഏനോശിൻ്റെ ആയുഷ്കാലം 905 സംവത്സരമായിരുന്നു. വീണ്ടും 14-ാം വാക്യത്തിൽ കേനാൻ്റെ ആയുഷ്കാലം ആകെ 910 സംവത്സരമായിരുന്നു. ഇങ്ങനെ ആ ലിസ്റ്റ് താഴോട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദീർഘായുസായിരുന്നു, 900-ന് മുകളിലായിരുന്നു അവരുടെ എല്ലാവരുടെയും ആയുസ്. ആ നിലയിൽ അവർ ദീർഘായുസുള്ളവരായിരുന്നു. മെതുശലേഹാണ് ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്നത്, 969 സംവത്സരം. 969 ഇയേഴ്സാണ് മെതുശലേഹ് ജീവിച്ചിരുന്നത്. ഈ സസ്യാഹാരം കഴിക്കുന്ന വെജിറ്റേറിയൻ ആയി തീർന്നതിന് ശേഷം, ഫ്രൂട്ടേറിയൻ പ്ലസ് വെജിറ്റേറിയൻ ആയി തീർന്ന ആ സമയം എന്ന് പറയുന്നത് അവർക്ക് ദീർഘായുസ് ഉണ്ടായിരുന്നു. അവർ ഫ്രൂട്ടേറിയൻസ് ആയിട്ട് തോട്ടത്തിൽ തന്നെ ആ ഗ്ലോറി അറ്റ്മോസ്ഫിയറിൽ തന്നെ അവർ തുടരുകയായിരുന്നുവെങ്കിൽ അവർക്ക് മരണം ഉണ്ടാകുമായിരുന്നില്ല. ഫ്രൂട്ടേറിയൻ ആയിരുന്ന ആ സമയത്ത് അവർക്ക് വിശപ്പും ദാഹവും ഉണ്ടായിരുന്നില്ല. അത് മരണമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. മനുഷ്യൻ വീണതിന് ശേഷമാണ് ഭൂമിയിലേക്ക്, മനുഷ്യനിലേക്ക് മരണം പ്രവേശിക്കുന്നത്. മരണം പ്രവേശിച്ചതിന് ശേഷവും സസ്യാഹാരം കഴിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ അവർ ദീർഘായുസ്സുള്ളവരായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. പിന്നീട് ഇവർ മാംസാഹാരം കഴിക്കുവാൻ വേണ്ടി ദൈവം അവരെ അനുവദിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 9-ാമത്തെ അധ്യായത്തിലാണ്. വലിയൊരു ജലപ്രളയമുണ്ടായ ആ ജലപ്രളയത്തിന് ശേഷമാണ്, ജലപ്രളയത്തിൽ നോഹയുടെ കുടുംബം ഒഴികെയുള്ളവരെല്ലാവരും കൊല്ലപ്പെട്ടു. അതിനുശേഷം ആ ജലപ്രളയത്തിന് ശേഷമാണ് ഇവർ മാംസാഹാരം കഴിക്കുവാൻ തുടങ്ങിയത്. ഉൽപ്പത്തി പുസ്തകം 9-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു, ഭൂചര ജന്തുക്കളൊക്കെയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ, പച്ച സസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇതൊരു അലൗഡായിട്ടുള്ളൊരു സംവിധാനമാണ്. അത് പെർമിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മാംസവും കഴിക്കാം, അല്ല ഒരാൾക്ക് സസ്യം മാത്രം കഴിച്ചാൽ മതി എന്നുള്ള തീരുമാനമാണെങ്കിൽ അങ്ങനെ ആ തീരുമാനത്തിൽ തുടരാം. മാംസം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മൃഗങ്ങളെ കൊല്ലാം, അങ്ങനെ നിങ്ങൾക്ക് മാംസം കഴിക്കാം. അന്നു മുതൽ മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടി മൃഗങ്ങളെ കൊല്ലുവാൻ തുടങ്ങി. അതിനു മുന്നേ ഭക്ഷണത്തിന് വേണ്ടി മനുഷ്യൻ മൃഗങ്ങളെ കൊന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ ഈ ജലപ്രളയത്തിന് ശേഷമായിട്ട് ഭക്ഷണത്തിന് വേണ്ടി മനുഷ്യൻ മൃഗങ്ങളെ കൊല്ലുവാൻ തുടങ്ങി. പിൽക്കാലത്ത് മനുഷ്യൻ ഹണ്ടേഴ്സായിട്ട് മാറുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ യഥാർത്ഥത്തിൽ അവർ വീഴ്ചയ്ക്ക് ശേഷം ഫാർമേഴ്സായിട്ട് മാറുകയായിരുന്നു. പിന്നീട് ഇവർ ഈ അനുവാദം ലഭിച്ചതോടുകൂടി അവർ ഫാർമേഴ്സായിട്ടും തുടർന്നു. പലരും ഹണ്ടേഴ്സായി തീരുകയാണ്. വനത്തിൽ പോയി മൃഗങ്ങളെ കൊന്ന് ആ മാംസം കഴിക്കുന്ന നിലവാരത്തിലേക്ക് മനുഷ്യൻ മാറ്റപ്പെട്ടു. ഈ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുന്നവർ, ജൂയിഷ് ടൈം ലൈൻ്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുന്നവർ, എന്നാണ് ജലപ്രളയമുണ്ടായത്? അവർ പറയുന്നത് 1610-ലാണ്, 1610-ലാണ് ജലപ്രളയം. ആ സമയത്ത് ഏകദേശ കണക്കാണ്, ആ സമയത്താണ് ജലപ്രളയമുണ്ടായത്. ഒരു ജൂയിഷ് ടൈം ലൈനിൻ്റെ അടിസ്ഥാനത്തിലൊരു ബൈബിൾ ടൈം ലൈൻ എടുക്കുമ്പോൾ അതിനുശേഷം യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് 3756-ലാണ്. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം 3756 വർഷം കഴിഞ്ഞ് ഏകദേശം ആ സമയത്താണ് യേശുക്രിസ്തുവിൻ്റെ ജനനം നടക്കുന്നത് എന്ന് ആ മേഖലയിൽ പഠനം നടത്തുന്നവർ അവർ കണ്ടെത്തിയിരിക്കുന്നു. മനുഷ്യൻ്റെ ജനനത്തിന് ശേഷം 1610 വർഷം കഴിഞ്ഞ ആ സമയത്താണ് ജലപ്രളയം ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ മേഖലയിൽ കണക്കെടുക്കുന്നവർ അവർ കണ്ടെത്തിയിരിക്കുന്നത് ഈ 3000 യേശുക്രിസ്തുവിന് മുൻപുള്ള വർഷങ്ങൾ എടുക്കുമ്പോൾ 3756 വർഷങ്ങൾ. ആ 3756 വർഷങ്ങളിൽ 1610 വർഷവും മനുഷ്യൻ വെജിറ്റേറിയൻ ആയിരുന്നു. ഏതാണ്ട് ആ കാലഘട്ടത്തിൻ്റെ 42% മനുഷ്യൻ വെജിറ്റേറിയൻ ആയിരുന്നു. ഇന്ന് അവസ്ഥകളെല്ലാം മാറി. ഇന്ന് നോൺ വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. ഈ ജലപ്രളയത്തിന് ശേഷം മനുഷ്യൻ്റെ ആയുസ്സിനും കുറവ് സംഭവിച്ചു. 120 വർഷം വരെ
എന്നാണ് അവിടെ ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. എന്നാൽ 120 വർഷത്തിന് കൂടുതലായിട്ട് ജീവിച്ചിരുന്ന പലരുമുണ്ട്. അബ്രഹാം 175 വർഷം ജീവിച്ചിരുന്നു. ഇസ്ഹാക്ക് 180 വർഷം ജീവിച്ചിരുന്നു. യാക്കോബ് ഏതാണ്ട് 147 വർഷം ജീവിച്ചിരുന്നു. അങ്ങനെ 120 വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരുന്നവരും അതിനുശേഷമുണ്ട്. പൊതുവിൽ 120 വർഷമായിട്ട് മനുഷ്യൻ്റെ ആയുസ് മാറുകയാണ്. അതിന്നും ആ ഒരു നിലവാരത്തിലാണ് മനുഷ്യൻ്റെ ആയുസ്. 120 വർഷമാണ് പരമാവധി മനുഷ്യനിപ്പോൾ ഈ കാലഘട്ടത്തിലും മനുഷ്യൻ്റെ ആയുസിൻ്റെ പരമാവധി 120 വർഷം വരെ പോകുവാനുള്ള സാധ്യത ആണ് ഇപ്പോൾ മനുഷ്യനിൽ ഉള്ളത്. എന്തായാലും ഈ സമയത്താണ് നമ്മുടെ വ്യക്തിപരമാകുന്ന ജീവിതം സ്വയനിയന്ത്രണങ്ങൾക്ക് കൊണ്ടുവന്നതിന് ശേഷം അമിത ഭക്ഷണത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വിടുതൽ പ്രാപിക്കണം. പരിശോധന നടത്തി നോക്കണം അമിത ഭക്ഷണത്തിൻ്റെ അടിമത്വമുണ്ടോ എന്ന്. അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അസമയത്ത് ഭക്ഷണം കഴിക്കുവാനുള്ള പ്രേരണയുണ്ടാകുന്ന രാത്രി 12 മണിക്കും 1 മണിക്കും ഒക്കെ ഇരുന്ന് ആളുകൾ എഴുന്നേറ്റിരുന്ന് കഴിക്കുക. വിശപ്പാ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മട്ടൺ ബിരിയാണിയാണ് രാവിലെ കഴിക്കുന്നത് 7 മണിക്ക്. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. ആവശ്യമില്ലാത്തത് എല്ലാം ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടേയിരിക്കും. ത്രൂ ഔട്ട് ദ ഡേ ഇങ്ങനെ കുറിച്ചുകൊണ്ടേയിരിക്കും. നട്ട്സായി അതായി ഇതായി ജങ്ക് ഫുഡ്സ് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ആ നിലയിലുള്ള അടിമത്വമുണ്ടെങ്കിൽ ആ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. നിങ്ങളൊരു ദൈവ പൈതലാകുന്നു, ഒരു ദൈവദാസനാകുന്നുവെങ്കിൽ, ഭക്ഷണത്തിന് നിങ്ങൾ അടിമയായി തീർന്നിരിക്കുന്നുവെങ്കിൽ ആ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. ഫാസ്റ്റിങ് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. ഇടയ്ക്കിടയ്ക്ക് ഫാസ്റ്റ് ചെയ്യുവാൻ തയ്യാറാകണം. പ്രത്യേകിച്ചും മാംസാഹാരം ഒഴിവാക്കിക്കൊണ്ടുള്ള ഫാസ്റ്റിങ് നല്ലതാണ്. ഒരു 21 ദിവസം മാംസാഹാരം ഒന്നും കഴിക്കുന്നില്ല, സസ്യാഹാരം മാത്രമേ കഴിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ഫാസ്റ്റിങ്ങുകളും നടപ്പിലാക്കുവാൻ കഴിയും. ആ നിലയിൽ നമ്മുടെ ശരീരത്തെ നിയന്ത്രണത്തിൽ, സ്വയനിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ഇന്ന് ആമാശയം മുറിക്കുന്ന ചികിത്സയുണ്ട്. അമിതമായി ഭക്ഷണം കഴിക്കുന്നവർ അതിൽ കുറവ് വരുത്തുവാൻ വേണ്ടി ആമാശയം മുറിക്കുന്ന പ്രത്യേക സർജറികളുണ്ട്. ആമാശയത്തിനെ ചെറുതാക്കിയതിന് ശേഷം അങ്ങനെ ഇൻടേക്ക് കുറയ്ക്കുവാൻ വേണ്ടിയാണ്. അതിലും നല്ല കാര്യമാണ്. സ്ഥിരമായിട്ട് ഉപവാസം പരിശീലിക്കുകയാണെങ്കിൽ ആമാശയം ചുരുങ്ങും, ഇൻടേക്ക് കുറയും. അത് നല്ലൊരു കാര്യമാകുന്നു. അത് മുഖാന്തരം നമുക്ക് നമ്മുടെ ശരീരത്തെ ഭക്ഷണത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. ശരീരാരോഗ്യം സംവിധാനത്തിൻ്റെ ഭാഗമാകും. അവയവങ്ങളിൽ സൗഖ്യം വ്യാപരിക്കും. അതോടൊന്നിച്ച് തന്നെ നല്ല വ്യായാമവും ഗുണമേന്മയുള്ള ഭക്ഷണം കഴിക്കുവാനുള്ള മനഃപൂർവമായ തീരുമാനവുമൊക്കെ നടപ്പിലാക്കുകയാണെങ്കിൽ വിജയകരമായിരിക്കും. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ തലച്ചോറിലുള്ള ആ സംവിധാനത്തിന് ഒരു സൗഖ്യം, ഹൈപ്പോതലാമസിൽ ഉള്ള ആപ്പിസ്റ്റാറ്റ് എന്ന് പറയുന്ന സംവിധാനത്തിന് അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നുവെങ്കിൽ, ആ മേഖലയിൽ കേടുവന്നിരിക്കുന്നുവെങ്കിൽ പ്രാർത്ഥിക്കണം. യേശുവിൻ നാമത്തിൽ കർത്താവെ, ആ വിശപ്പിനെ നിയന്ത്രിക്കുന്ന എൻ്റെ തലച്ചോറിലുള്ള ഹൈപ്പോതലാമസിലെ സംവിധാനമാകുന്ന ആപ്പിസ്റ്റാറ്റ് എന്ന് പറയുന്ന ആ സംവിധാനത്തെ ഞാൻ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുകയാണ്. ആവശ്യമുള്ളപ്പോൾ മാത്രം വിശപ്പ് എനിക്ക് തോന്നുവാനും, എനിക്ക് ഭക്ഷണം ആവശ്യത്തിന് ലഭിച്ചു കഴിയുമ്പോൾ തന്നെ മതി എന്ന് എൻ്റെ ബ്രെയിനിൽ നിന്ന് സിഗ്നൽ വരുവാനും തക്കവണ്ണം ആ മേഖലയെ ഞാൻ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അമിത ഭക്ഷണത്തിന് പ്രേരണ നൽകുന്ന, അകത്തിരിക്കുന്ന, ആമാശയത്തിലിരിക്കുന്ന, തലച്ചോറിലിരിക്കുന്ന ദുരാത്മാവിനോട്, അമിത ഭക്ഷണത്തിൻ്റെ ദുരാത്മാവിനോട് ഞാൻ കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ എൻ്റെ ശരീരം വിട്ട് പുറത്തു പോകാം. എൻ്റെ ചിന്തകളിൽ ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ആവർത്തിച്ച് കൊണ്ടുവരികയും, രുചിയും ഭക്ഷണത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിൻ്റെ മണ്ഡലത്തിൽ കൊണ്ടുവരുന്ന ആ ചിന്തകളെ സ്വാധീനിക്കുന്ന ദുരാത്മാവിനോട് ഞാൻ കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ പുറത്തു പോകാം. നിങ്ങളുടെ ശരീരത്തോട് കൽപ്പിക്കണം. എൻ്റെ ശരീരത്തോട് ഞാൻ കൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ
മെറ്റബോളിസം പെർഫെക്റ്റ്ലി നോർമലാകുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദഹനേന്ദ്രിയ സംവിധാനങ്ങൾ, ഡൈജസ്റ്റീവ് ഓർഗൻസ് യേശുവിൻ നാമത്തിൽ സാധാരണ നിലയിൽ പ്രവർത്തിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നു. എൻ്റെ ആപ്പിസ്റ്റാറ്റ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതിൻ്റെ അപ്പർ ലിമിറ്റ്സ് പ്രത്യേകമായിട്ടും സൗഖ്യമാകട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് മുഖാന്തരമായിട്ട് പിടിവിട്ട വിശപ്പ്, ആവർത്തിച്ചുള്ള വിശപ്പ് എനിക്കിനി മുതൽ വരികയില്ല. ഞാൻ ആ മേഖലയെ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ ആവശ്യമില്ലാത്ത ഭക്ഷണപദാർത്ഥങ്ങളോട് തോന്നുന്ന അമിതമാകുന്ന ആഗ്രഹം, ആ ക്രേവിംഗ് ഡിസയർ യേശുവിൻ നാമത്തിൽ എന്നെ വിട്ടുപോകട്ടെ. എൻ്റെ ശരീരത്തിന് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന ഈ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് സഹായകരമാകുന്ന ഭക്ഷണം മാത്രം സ്വീകരിക്കുവാൻ തക്കവണ്ണം എൻ്റെ സംവിധാനം യേശുവിൻ നാമത്തിൽ ആ നിലയിൽ ക്രമപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശേഷിച്ചും മധുരപലഹാരങ്ങളോടുള്ള, ഷുഗറിനോടുള്ള, പഞ്ചസാരയോടുള്ള ആ തീവ്രമാകുന്ന ആഗ്രഹം, പഞ്ചസാരയുടെ അളവ് വർദ്ധിച്ച അളവിൽ സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള ആഗ്രഹത്തെ ഞാൻ യേശുവിൻ നാമത്തിൽ പുറത്താക്കുകയാണ്. അതുകൂടാതെ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുവാൻ, പാനീയങ്ങൾ കുടിക്കുവാൻ തക്കവണ്ണം ഞാൻ എൻ്റെ സംവിധാനത്തെ ദൈവിക പദ്ധതിയുടെ ക്രമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന ആത്മനിയന്ത്രണം, സ്വയനിയന്ത്രണം, സെൽഫ് കൺട്രോൾ, ഇന്ദ്രിയജയം എന്നിൽ നിന്ന് പുറപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ സ്വർഗീയ പിതാവേ, അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ അവരുടെ ആമാശയവുമായി ബന്ധപ്പെട്ട, ആമാശയത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറുമായി ബന്ധപ്പെട്ട മേഖലകളിലെല്ലാം സൗഖ്യം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമിത ഭക്ഷണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവിനോട്, ആ ദുരാത്മാവിനോട് ചേർന്നു നിന്ന് പ്രവർത്തിക്കുന്ന മറ്റു ദുരാത്മാക്കളോട്, സംഘമായി പ്രവർത്തിക്കുന്ന ആ ദുരാത്മ സംഘത്തോട് ഞാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ ശരീരങ്ങൾ വിട്ട് പുറത്തു പോകാം. യേശുവിൻ നാമത്തിൽ പുറത്തു പോകാം. ഇപ്പോൾ തന്നെ ആ സംവിധാനത്തിൽ വലിയൊരു സൗഖ്യമുണ്ടായി. താവേ, അവരുടെ ശരീര സംവിധാനം സ്വർഗീയ ക്രമത്തിലേക്ക് വരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന ശരീരത്തെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന നിലയിൽ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഒരു അത്ഭുത സൗഖ്യത്തെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവരുടെ ശരീരങ്ങളിൽ അമിത ഭക്ഷണം മൂലം രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ആ മേഖലയിൽ അവർ മാനസാന്തരപ്പെടട്ടെ. മാനസാന്തരത്തോടുകൂടെ പ്രാർത്ഥിക്കട്ടെ. മാനസാന്തരത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ശരീരത്തിലെ രോഗങ്ങൾ സൗഖ്യമാകുവാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ ശാരീരിക രോഗങ്ങൾ ശരീരം വിട്ട് പുറത്തു പോകട്ടെ. അമിതമായി ശരീരത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന എല്ലാ കേടുവരുത്തുന്ന കാര്യങ്ങളും യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. അവയവങ്ങൾ സൗഖ്യമാകട്ടെ. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിനോട് ചേർന്ന് മുന്നോട്ട് പോകുവാൻ ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കണം. അവരുടെ ചിന്തകളിൽ യേശുവിനെ കുറിച്ചുള്ള ചിന്തകൾ ധാരാളമായി നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഉപവസിക്കുവാനുള്ള കൃപ കൊടുക്കണമേ. ഉപവസിക്കുവാനുള്ള കൃപ കൊടുക്കണമേ. അത്ഭുതങ്ങൾ ചെയ്യണം. അങ്ങയുടെ ജനത്തെ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. തീർച്ചയായിട്ടും ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്.
നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.